അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസീന ബിറുത്തല്ലാഹ് അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, സമ്പത്ത് ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും തന്നെ ഇല്ല. എന്നാൽ ഈ ദുനിയാവിൽ ജീവിക്കണമെങ്കിൽ സമ്പത്ത് എന്നുള്ളത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് നമുക്കൊക്കെ അറിയാം. മാത്രമല്ല, സമ്പത്തുള്ള ആളുകൾക്ക് കുടുംബത്തിലും സമൂഹത്തിലുമൊക്കെ ഒരു വിലയുണ്ടാകും അവർക്ക്. എന്നാൽ ഒരു മനുഷ്യന് അവൻ്റെ ജീവിതത്തിൽ ധാരാളം സമ്പത്ത് ഉണ്ടാകുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനക്ക് കൊടുക്കുന്ന ഒരു വലിയ ഒരു അനുഗ്രഹമാണ് അത്. നാമൊക്കെയും ഒരുപാട് ആളുകളെ കാണാറുണ്ട്. അവർക്ക് നല്ല വിദ്യാഭ്യാസമുണ്ടാകും, സമ്പത്ത് ഉണ്ടാക്കാനുള്ള എല്ലാ കഴിവുകളും അവർക്കുണ്ടാകും. എന്നാലും അവർ ദരിദ്രരായിരിക്കും. അവർക്ക് സമ്പത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിട്ടുണ്ടാവില്ല. എന്നാൽ ചില ആളുകളുണ്ട്, വലിയ വിദ്യാഭ്യാസമില്ല, വലിയ കഴിവുകളൊന്നുമില്ല. അവരെ കണ്ടാൽ ഒരിക്കലും അവർ വലിയ സമ്പന്നനാകുമെന്ന് ഒരിക്കലും തോന്നില്ല. പക്ഷേ അങ്ങനെയുള്ള ആളുകൾ, ധാരാളം ആളുകൾ, വലിയ സമ്പന്നനായ ആളുകളെ നമുക്ക് ഒരുപാട് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക. ഒരു മനുഷ്യനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം സമ്പത്ത് കൊടുക്കണം എന്ന് കരുതിയാൽ അവനിക്ക് വലിയ വിദ്യാഭ്യാസമോ വലിയ കഴിവുകളോ ഒന്നും വേണ്ട. അവന് വലിയ സമ്പന്നനായി മാറും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ജീവിതത്തിൽ ധാരാളം സമ്പത്ത് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞു തരുന്ന 5 കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ ചെയ്താൽ മതി. എന്നാൽ തന്നെ ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ധാരാളം സമ്പത്ത് നൽകുന്നതാണ്. അപ്പോൾ ഈ 5 കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ ചെയ്യുകയും ചെയ്യുക. മാത്രമല്ല, അതിനു കൂടെ നിങ്ങൾ എല്ലാ 5 വക്ത് ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷവും നിങ്ങൾ ഒരു സൂറത്തും ഓതണം. അതും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ ആരുടെയും മുന്നിൽ കൈനീട്ടാതെ, ആരുടെയും മുന്നിൽ തലകുനിക്കാതെ, നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളും നമുക്ക് ഇഷ്ടപ്പെട്ട മറ്റു വസ്തുക്കളുമൊക്കെ നമുക്ക് വാങ്ങിക്കാനും അത് നമുക്ക് ജീവിതത്തിൽ ആസ്വദിക്കാനും നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകുവാൻ വേണ്ടിയും ഒരു പ്രധാന ഘടകമാണ് സമ്പത്ത് എന്നുള്ളത്. അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, മുഅ്മിനീങ്ങളായ മനുഷ്യർ ഒരു പ്രാർത്ഥന നടത്തണം എന്നുള്ളത്. ആ പ്രാർത്ഥന ഇതാണ്: റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അള്ളാഹുവേ, നീ ഞങ്ങൾക്ക് ദുനിയാവിൽ നന്മ നൽകണമേ, ആഖിറത്തിലും നന്മ നൽകണമേ, നരകശിക്ഷയെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ എന്നാണ് ഇതിൻ്റെ അർത്ഥം വരുന്നത്. ദുനിയാവിൽ നീ നന്മ നൽകണേ എന്ന് പറയുന്നതിൽ ഒന്നാണ് സമ്പത്ത് എന്നത്. എന്നാൽ നമുക്ക് ധാരാളം സമ്പത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഇസ്ലാമിൻ്റെ മാർഗത്തിലൂടെയാണ് ചെലവഴിച്ചതെങ്കിൽ നമുക്ക് അതിന് വലിയ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്നതാണ്. അതായത്, നമ്മുടെ അടുത്ത് ധാരാളം സമ്പത്തുണ്ടെങ്കിൽ നമ്മൾ പാവപ്പെട്ടവരെ തിരിച്ചറിഞ്ഞ് അവരെ സഹായിക്കണം. പാവപ്പെട്ട പെൺകുട്ടികളെ കെട്ടിച്ചയക്കാൻ വേണ്ടി ബുദ്ധിമുട്ടുന്ന രക്ഷിതാക്കളെ നമ്മൾ തിരിച്ചറിഞ്ഞ് അവരെ നമ്മൾ സഹായിക്കണം. കുടുംബത്തിൽ ബുദ്ധിമുട്ടുന്ന ആളുകളെ നമ്മൾ തിരിച്ചറിഞ്ഞ് അവരെ നമ്മൾ സഹായിക്കണം. ഇങ്ങനെ നമ്മൾ സഹായിക്കുകയും സ്വതക്ക കൊടുക്കുകയും ഒക്കെ ചെയ്താൽ നമ്മൾ എത്രയാണോ സമ്പത്ത് സ്വതക്ക കൊടുത്തത് അതിൻ്റെ എത്രയോ ഇരട്ടിയായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അത് ദുനിയാവിൽ നിന്ന് തന്നെ നമുക്ക് തിരിച്ചു തരും. അതായത്, നമ്മൾ അള്ളാഹുവിൽ നിന്നും കൂലി ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മറ്റൊരാളെ നമ്മൾ സഹായിച്ചാൽ ആ സഹായിക്കുന്നത് നമ്മൾ ഒരു ഇൻവെസ്റ്റായിട്ട് കൂട്ടിയാൽ മതി. കാരണം അതിനുള്ള വലിയ ഒരു ലാഭമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ധാരാളം സമ്പത്ത് നമുക്ക് ദുനിയാവിൽ നിന്ന് തന്നെ തിരിച്ചു തരും. ധാരാളം സഹായിക്കുന്ന ആളുകൾക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം സമ്പത്ത് കൊടുക്കുക. പണ്ടുള്ള ആളുകളൊക്കെ പറയാറുണ്ട്, മുക്കുന്ന കിണറ്റിലെ ധാരാളം വെള്ളമുണ്ടാകൂ എന്ന്. അത് ഇതിന് പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ്. അപ്പോൾ സ്വതക്ക ചെയ്യുന്ന ആളുകൾക്ക് ദുനിയാവിൽ സാമ്പത്തികമായിട്ട് വലിയ ഉയർച്ച ഉണ്ടാവുകയും ചെയ്യും. മാത്രമല്ല, അതുകൊണ്ട് അവനിക്ക് ആഖിറത്തിലും വലിയ വിജയമുണ്ടാകും.
അതുകൊണ്ട് നിങ്ങൾ ആർക്കെങ്കിലും ഒരു 10 രൂപ നിങ്ങൾ സ്വതക്കയായി കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. അത് നിങ്ങൾ ഇസ്ലാമിൻ്റെ മാർഗത്തിലൂടെയാണ് നിങ്ങൾ കൊടുത്തതെങ്കിൽ അത് നിങ്ങൾക്ക് 100 രൂപയായിട്ട് ദുനിയാവിൽ നിന്ന് തന്നെ അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് തിരികെ നൽകും. മാത്രമല്ല അതുകൊണ്ട് നിങ്ങൾക്ക് ആഖിറത്തിലും വലിയ വിജയമാണ് ഉണ്ടാകുക. അതുകൊണ്ട് സമ്പത്തുള്ളവരൊക്കെ സ്വതക്ക കൊടുക്കുക. അപ്പോൾ നമുക്ക് സ്വതക്ക കൊടുക്കുന്നതിൻ്റെ കൂലി നമുക്ക് ലഭിക്കണമെങ്കിൽ നമുക്ക് ധാരാളം സമ്പത്ത് വേണം. മാത്രമല്ല അള്ളാഹുവിൻ്റെ ഈ പരിശുദ്ധമായ ഈ ഭൂമിയിൽ ഒരുപാട് വസ്തുക്കളുണ്ട്. നമ്മൾ ആഗ്രഹിക്കുന്ന ഒരുപാട് വസ്തുക്കൾ, നമ്മൾ ഇഷ്ടപ്പെടുന്ന അത് നമുക്ക് വാങ്ങി നമ്മുടെ ജീവിതത്തിൽ അത് ഉപയോഗിക്കണമെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ ആസ്വദിക്കണമെങ്കിൽ അതിന് നമുക്ക് സമ്പത്ത് വേണം. ഹലാലായ വസ്തുക്കൾ കേട്ടോ, അല്ലാതെ ഹറാമായ വസ്തുക്കളല്ല. അപ്പോൾ ഇതിനൊക്കെ വേണ്ടി നമ്മൾ ജീവിതത്തിൽ ചെയ്യേണ്ട പ്രധാനപ്പെട്ട 5 കാര്യങ്ങളുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അത് നിങ്ങൾ ജീവിതത്തിൽ ചെയ്താൽ തന്നെ ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് ധാരാളം സമ്പത്ത് നൽകും. മാത്രമല്ല എല്ലാ 5 വക്ത് ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷവും നിങ്ങൾ ഒരു സൂറത്തും കൂടി ഓതണം. ഈ സൂറത്ത് നിങ്ങൾ എല്ലാ ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷവും ഓതുക. അങ്ങനെ നിങ്ങൾ 7 ദിവസം പതിവാക്കിയാൽ തന്നെ നിങ്ങൾക്ക് അതിന് നല്ല ഒരു ഫലം കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ആ 5 കാര്യത്തിൽ ഒന്നാമത്തേത് പ്രഭാതത്തിൽ ഉണരുക എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്തിട്ടുണ്ട്, അല്ലാഹുവേ എൻ്റെ സമുദായത്തിൻ്റെ പ്രഭാത കാര്യങ്ങളിൽ നീ അനുഗ്രഹം നൽകണമേ. അതുകൊണ്ട് ഏതൊരു മനുഷ്യനും പ്രഭാതത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആല അത് അനുഗ്രഹിക്കും. നിങ്ങൾ പ്രഭാതത്തിൽ എണീറ്റ് സുബ്ഹി നിസ്കാരത്തിൻ്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരവും മറക്കാതെ നിസ്കരിക്കണം. കാരണം സുബ്ഹിക്ക് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരത്തെക്കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ആകാശഭൂമിയിലുള്ള സർവ്വ വസ്തുക്കളും നിനക്ക് ലഭിക്കുന്നതിനേക്കാൾ എത്രയോ വലിയ ഖൈറാണ് നിനക്ക് സുബ്ഹി നിസ്കാരത്തിൻ്റെ മുമ്പുള്ള ആ സുന്നത്ത് നിസ്കാരമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. അപ്പോൾ ഒരു മനുഷ്യൻ പ്രഭാതത്തിൽ എണീക്കുക എന്നുള്ളത് ആ മനുഷ്യൻ്റെ ശാരീരികമായിട്ടും മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും വലിയ ഉയർച്ച ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് പ്രഭാതത്തിൽ എണീക്കുക എന്നുള്ളത്. അപ്പോൾ സമ്പന്നനാകാൻ ആഗ്രഹിക്കുന്നവർ പ്രഭാതത്തിൽ എണീക്കുക, സുബ്ഹി ഖളാഅത്ത് നിസ്കരിക്കുക, സുബ്ഹി നിസ്കാരത്തിൻ്റെ തൊട്ടു മുമ്പുള്ള സുന്നത്ത് നിസ്കാരവും കഴിയുമെങ്കിൽ നിസ്കരിക്കുക. ഇനി രണ്ടാമതായി ചെയ്യേണ്ട കാര്യം ഭക്ഷണത്തെ ബഹുമാനിക്കുക. ഭക്ഷണത്തെ ബഹുമാനിക്കുക എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തെ കുറ്റം പറയാതിരിക്കുക, കഴിക്കുന്ന ഭക്ഷണത്തെ കുറ്റം പറയാതിരിക്കുക. മാത്രമല്ല ഭക്ഷണം വേസ്റ്റാക്കി കളയാതിരിക്കുക. നിലത്ത് വീണ ഭക്ഷണമൊക്കെ നമ്മൾ എടുത്ത് അത് കഴുകിക്കൊണ്ട് നമ്മൾ അത് ഭക്ഷിക്കുക. ഇനി അഥവാ നിങ്ങളുടെ അടുത്ത് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും കഴിയാൻ വേണ്ടി ആവശ്യമായ ഭക്ഷണത്തിനേക്കാൾ കൂടുതൽ ഭക്ഷണം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ പാവപ്പെട്ടവരായ ഭക്ഷണം കിട്ടാതെ ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് നിങ്ങൾ കൊടുക്കുക. ഇനി ഭക്ഷണം കഴിക്കുമ്പോൾ ഇരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കുക, നിന്നുകൊണ്ട് ഭക്ഷണം കഴിക്കരുത്. അതുപോലെ തന്നെ നിന്നുകൊണ്ട് വെള്ളം കുടിക്കരുത്, ഇരുന്നു കൊണ്ട് വെള്ളം കുടിക്കുക. നമുക്കറിയാം ഇന്ന് വലിയ വലിയ പരിപാടികൾക്കൊക്കെ ആളുകൾ നിന്നുകൊണ്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്, ഇരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കുക. അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പായിട്ട് 2 കൈയും കഴുകുക. 2 കൈയും കഴുകിക്കൊണ്ട് ഭക്ഷണം കഴിച്ചാൽ തന്നെ അവർക്ക് ദാരിദ്ര്യം ഉണ്ടാകില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്. അപ്പോൾ ഭക്ഷണത്തിനെ വലിയ രീതിയിൽ ബഹുമാനിക്കുക. 300 വർഷത്തോളം ഈജിപ്ത് എന്ന രാജ്യത്തെ മോശപ്പെട്ട രീതിയിൽ അടക്കി ഭരിച്ച ഫിർഔൻ എന്ന രാജാവിന് മരണം വരെ ഒരു പനിയോ ജലദോഷമോ മറ്റു രോഗങ്ങളോ ഒന്നും വന്നിട്ടില്ല എന്നാണ് ചരിത്രം പറയുന്നത്. അതിന് കാരണം ഫിർഔൻ എത്ര വലിയ മോശപ്പെട്ടവനാണെങ്കിലും അവൻ ഭക്ഷണത്തെ ബഹുമാനിച്ചിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. ഭക്ഷണത്തെ ബഹുമാനിച്ചത് കാരണം കൊണ്ടാണ് ഒരു പനിയോ ഒരു ജലദോഷമോ മരണം വരെ വരാഞ്ഞത് എന്ന് ചരിത്രം പറയുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ നിർബന്ധമായിട്ടും ഭക്ഷണത്തെ ജീവിതത്തിൽ ബഹുമാനിക്കുക. ഇനി മൂന്നാമതായി ചെയ്യേണ്ട കാര്യം കുടുംബത്തെ സ്നേഹത്തോടു കൂടി സംരക്ഷിക്കുക. അതായത് കുടുംബത്തിലെ ആരുമായിട്ടും ഒരു പിണക്കവുമില്ലാതെ നല്ല ബന്ധം പുലർത്തുക.
നല്ല സ്നേഹത്തോടുകൂടിയും നല്ല സത്യസന്ധതയോടുകൂടിയും എല്ലാവരോടും കുടുംബത്തിലെ എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ആരെങ്കിലും ഭക്ഷണ വിശാലതയും ദീർഘായുസ്സും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവൻ കുടുംബബന്ധത്തെ ചേർത്തുകൊള്ളട്ടെ എന്ന്. അതുകൊണ്ട് കുടുംബത്തിലെ എല്ലാവരെയും സ്നേഹിച്ച് ആരെയും പിണക്കാതെ നല്ല സത്യസന്ധതയോടുകൂടി കുടുംബത്തിൽ സഹായം ചെയ്ത് നല്ലവനായി ജീവിക്കുക. എന്നാൽ തന്നെ നിങ്ങൾക്ക് സമ്പത്ത് അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് നൽകും. ഇനി നാലാമതായി നമ്മൾ ചെയ്യേണ്ടത് മാതാപിതാക്കളെയും എല്ലാവരെയും നമ്മൾ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക. പരിശുദ്ധ ഖുർആൻ പറയുന്നു, നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുക, അള്ളാഹുവിനെ പങ്കു ചേർത്ത് നിങ്ങൾ മറ്റൊരു വസ്തുവിനെയും ആരാധിക്കരുത്. മാത്രമല്ല നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെ വലിയ രീതിയിൽ ബഹുമാനിക്കുകയും അവർക്ക് നന്മ ചെയ്യുകയും ചെയ്യുക എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു. അതായത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എത്ര വലിയ പ്രതിസന്ധികൾ വന്നാലും നമ്മൾ മാതാപിതാക്കളെ മറക്കരുത്. അവരെ നമ്മൾ വലിയ രീതിയിൽ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും നല്ല രീതിയിൽ നോക്കുകയും വേണം. മാത്രമല്ല അവർ വെറുക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തികളും ചെയ്യാതിരിക്കുക. അവരെ തമാശയിൽ പോലും അവർ വെറുക്കുന്ന രീതിയിലുള്ള വാക്കുകൾ പോലും പറയാതിരിക്കുക. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അള്ളാഹുവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ഏറ്റവും ആദരിക്കുകയും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യേണ്ട ആളുകളാണ് നമ്മുടെ മാതാപിതാക്കൾ. അത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കണം. അപ്പോൾ മാതാപിതാക്കളെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യാതെ അവർക്ക് ഒരു പരിഗണനയും കൊടുക്കാത്ത മക്കൾക്ക് ജീവിതത്തിൽ സമ്പത്തുണ്ടാകില്ല. ഇനി അഥവാ അവർക്ക് സമ്പത്തുണ്ടെങ്കിൽ ആ സമ്പത്തിൽ അവർക്ക് ബറക്കത്ത് അല്ലാഹു സുബ്ഹാനഹു തആല കൊടുക്കുകയുമില്ല. അതുകൊണ്ട് സമ്പന്നരാകാൻ ആഗ്രഹിക്കുന്നവരൊക്കെയും മാതാപിതാക്കളെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും അവർ പറയുന്നത് അനുസരിക്കുകയും അവർക്ക് വലിയ പരിഗണന നൽകുകയും അവരെ പൊന്നുപോലെ നോക്കുകയും ചെയ്യുക. ഇനി നിങ്ങൾ അഞ്ചാമതായി ചെയ്യേണ്ട കാര്യം, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും വീട്ടിലേക്ക് കയറുമ്പോഴും നിങ്ങൾ മറ്റുള്ള മുഅ്മിനീങ്ങളായ ആളുകളെ കാണുമ്പോഴൊക്കെ നിങ്ങൾ സലാം പറയുക. അപ്പോൾ വീട്ടിലേക്ക് കയറുമ്പോഴും മാതാപിതാക്കളോടും അതുപോലെ ഭാര്യയോടും മക്കളോടൊക്കെ സലാം പറഞ്ഞ് കയറുക, അതുപോലെ സലാം പറഞ്ഞ് പുറത്തു പോകുക. ഇനി ആ സമയത്ത് വീട്ടിൽ മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ അവർ അത് കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു കുറച്ചിലാകും എന്ന് തോന്നി നിങ്ങൾ ഒരിക്കലും സലാം പറയാതെ വീട്ടിൽ നിന്ന് പുറത്തു പോകരുത്. കാരണം സലാം പറയുന്നത് ഇസ്ലാം അനുവദിച്ചിട്ടുള്ള ഒരാളെ കാണുമ്പോൾ, ഒരു മുഅ്മിനായ മനുഷ്യനെ കാണുമ്പോൾ ഒരാൾ സലാം പറഞ്ഞിട്ടില്ലെങ്കിൽ അവർക്ക് സാമ്പത്തികമായിട്ടുള്ള ഒരു പുരോഗതിയും അല്ലാഹു സുബ്ഹാനഹു തആല അവർക്ക് കൊടുക്കില്ല. അപ്പോൾ ജീവിതത്തിൽ സമ്പന്നനാകാൻ ആഗ്രഹിക്കുന്നവർ മുഅ്മിനീങ്ങളായ മനുഷ്യരെ കാണുമ്പോൾ നിർബന്ധമായിട്ടും സലാം പറയുക. ഞാൻ ഈ പറഞ്ഞു തന്ന 5 കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് വലിയ ഉയർച്ച നൽകും. ഈ 5 കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ കുറച്ച് ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമ്പന്നരല്ല അതിസമ്പന്നരാകാൻ കഴിയും. വലിയ അനുഗ്രഹങ്ങളായിരിക്കും അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് നൽകുക. ഞാൻ ഈ പറഞ്ഞ 5 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യുക. മാത്രമല്ല ഇനി ഒരു സൂറത്തും കൂടി ഓതാനുണ്ട്. എല്ലാ 5 വക്ത് ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷവും 7 ദിവസം ഈ സൂറത്ത് ഓതണം. ഈ സൂറത്ത് നിങ്ങൾ 7 ദിവസം ഓതുന്നത് കൊണ്ട് നിങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും വലിയ വിജയം അല്ലാഹു സുബ്ഹാനഹു തആല നൽകും. ഇത് നിങ്ങൾ 7 ദിവസം വലിയ രീതിയിൽ കഷ്ടപ്പെട്ട് നിങ്ങൾ ഓതുകയാണെങ്കിൽ അതിൻ്റെ ഫലം നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് സാമ്പത്തികമായിട്ടുള്ള വലിയ ഉയർച്ച പല മേഖലയിലൂടെയായിട്ട് നമുക്ക് അല്ലാഹു നൽകും. ഈ സൂറത്ത് നിങ്ങൾ ഓതേണ്ടത് എല്ലാ ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷവും 40 പ്രാവശ്യം ഈ സൂറത്ത് ഓതണം. അത് ഒരു ദിവസം മുടങ്ങാതെ നിങ്ങൾ 7 ദിവസം ഓതണം. എന്നതിന് ശേഷം നിങ്ങൾ 7 ദിവസം ഇത് ഓതിയതിന് ശേഷം അടുത്ത മാസം വീണ്ടും നിങ്ങൾ ഈ രീതിയിൽ 7 ദിവസം നിങ്ങൾ ഈ സൂറത്ത് ഓതുക. അങ്ങനെ നിങ്ങൾ ഓരോ മാസത്തിലും 7 ദിവസം എല്ലാ ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷവും
40 പ്രാവശ്യം ഞാൻ ഈ പറഞ്ഞു തരുന്ന സൂറത്ത് നിങ്ങൾ ഓതിയാൽ നിങ്ങൾക്ക് വലിയ രീതിയിൽ ഐശ്വര്യം അല്ലാഹു സുബ്ഹാനഹു തആല നൽകും. ധാരാളം സമ്പത്ത് അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് നൽകുന്നതാണ്. ഇത് നിങ്ങൾ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു വക്ത് പോലും വിടരുത്. എല്ലാ വക്തിലും നിങ്ങൾ 40 പ്രാവശ്യം ഈ സൂറത്ത് ഓതണം. അഥവാ നിങ്ങൾ ഒരു വക്ത് ഓതാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ പിന്നീട് ആ ദിവസം തൊട്ട് നിങ്ങൾ 7 ദിവസം വീണ്ടും നിങ്ങൾ ഇത് ഓതണം. എന്നാലേ ഇതിന് ഫലം കിട്ടുകയുള്ളൂ. ഒരു ദിവസവും നിങ്ങൾ ഇത് മുടങ്ങരുത്. ഒരു ദിവസം എന്നല്ല, ആ 7 ദിവസത്തിൽ നിങ്ങൾ ഒരു വക്തിലും നിങ്ങൾ ഓതാൻ മറക്കരുത്. നമ്മൾ ഓതേണ്ട ആ സൂറത്ത് ഇതാണ്. അലം നശ്റഹ് ലക സദ്റക് എന്ന ഈ സൂറത്താണ് നമ്മൾ ഓതേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞ ആ 5 കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കുക ജീവിതത്തിൽ. ഈ സൂറത്തും നിങ്ങൾ എല്ലാ 5 വക്ത് ഫർദ് നിസ്കാരങ്ങൾക്ക് ശേഷവും നിങ്ങൾ 40 പ്രാവശ്യം മുടങ്ങാതെ, ഒരു വക്തും മുടങ്ങാതെ 7 ദിവസം പതിവാക്കുക. അങ്ങനെ നിങ്ങൾ ഈ രീതിയിൽ എല്ലാ മാസവും ഈ സൂറത്ത് 7 ദിവസം പതിവാക്കുക. എന്നാൽ നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു തആല വലിയ ഐശ്വര്യം നൽകും, ധാരാളം സമ്പത്ത് നിങ്ങൾക്ക് നൽകും. അതുകൊണ്ട് എല്ലാവരും ഇത് ജീവിതത്തിൽ പതിവാക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് അതിന് തൗഫീക്ക് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.